നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നലത്തെ ബാക്കി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നമുക്ക് ഈ ഓണ സെലിബ്രേഷൻ വരുമ്പോൾ ഈ അത്തപ്പൂക്കള മത്സരം നടക്കുന്ന പോലെ തന്നെ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ, ഈ പുൽക്കൂട് നിർമ്മാണവും ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റിങ്, അങ്ങനത്തെ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഇല്ലായിരുന്നു. എനിക്ക് അവിടെ ഒരു UP സ്കൂൾ സമയത്തൊരു വല്ലാത്തൊരു ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയും അല്ലെങ്കിൽ ഈ പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ആ പരിപാടി അല്ലെങ്കിൽ അത്തപ്പൂക്കള മത്സരം എന്ത് തേങ്ങ വന്നാലും അവിടെ എൻ്റെ കൈകൾ കടന്നു ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാനാണ് മെയിൻ, ഞാൻ ഇതൊന്നും നോക്കി നടത്തിയില്ല, എൻ്റെ കൈയും കണ്ണും എത്തിയില്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്നൊരു വെറും വിചാരം എനിക്കുണ്ടായിരുന്നു. വെറുതെ ഇപ്പോൾ അത് മാറി. അപ്പം ഞാൻ അന്നത്തെ ഞങ്ങളുടെ ആ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ അന്ന് എനിക്ക് ആ സ്കൂളിൽ പോയില്ല രാവിലെ. അന്ന് എന്തോ ക്ലാസ് ടെസ്റ്റോ എന്തോ തേങ്ങയുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്, എന്തോ കാരണം കൊണ്ട് ഞാൻ രാവിലെ പോയില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ലേഡീസ് സ്റ്റോർ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാലാണ് ഈ നമുക്ക് സെലിബ്രേഷൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ആ കടയിലായിരുന്നു. എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാനവിടെ വേറെന്തോ കാര്യത്തിന് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അവൻ എന്നോട്, നീ വരുന്നില്ല, നീ എന്താ പറയുക, ഇന്ന് സെലിബ്രേഷനാണ്, ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷനാണ്, ഉച്ച കഴിഞ്ഞിട്ട് വരുന്നില്ലെന്ന്. ഇപ്പം ഞാനാകെ ഷോക്കായി. ദൈവമേ, ഞാൻ ചെന്നില്ല, എൻ്റെ ക്ലാസ്സുകാരാകെ കുഴയുമല്ലോ, നമ്മൾ പരാജയപ്പെടുമല്ലോ എന്ന് ഓർത്തു. എവിടെ നിന്ന് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ വരാം, വീട് വരെ ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിൽ പോയി പകുതി യൂണിഫോമൊക്കെ ഇട്ട് സൈക്കിളെടുത്ത് സ്കൂളിലെത്തിയപ്പോഴേക്കും നമ്മുടെ ടീച്ചർ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാനില്ലാതെ, എൻ്റെ പ്രസൻസ് ഇല്ലാതെ കുട്ടികളും ടീച്ചറും ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ, ഞാൻ ചെന്നങ്ങ് സഹായിക്കാം, ഞാൻ എത്തിയെന്നൊരു ആശ്വാസവാക്ക് അവർക്ക് പകരാമെന്നോർത്ത് ഓടി ചെന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാൻ എത്തി, പേടിക്കണ്ട, എല്ലാം സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ചെന്നങ്ങ് മുന്നോട്ട് നിന്നോ. ടീച്ചർ, നീ രാവിലെ എവിടെയായിരുന്നടാ? നീ പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമല്ല നീ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളി, അല്ല നീ ഇവിടെ വരുമായിരുന്നോ? നീ പരിപാടി ആയതുകൊണ്ട് മാത്രമല്ലടാ വന്നത്, നീ രാവിലെ എന്താ പറയാഞ്ഞേ? എവിടെ നിൻ്റെ ലീവ് ലെറ്റർ മറ്റത് മറിച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദ്യം തുടങ്ങി. അപ്പം അപ്പോഴേക്കും പിള്ളേരവിടെ എല്ലാം സെറ്റ് ചെയ്തു, അവിടെ വേണ്ട സകലമാന കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അപ്പം ഞാൻ ആകെ അപമാനിതനായി പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഞാനിത് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ, നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, മനസ്സിലായോ? നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊരു തോന്നലൊന്നും നമുക്ക് വേണ്ട. നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പം എന്ത് കാര്യം ആയിക്കോട്ടെ, ജീവിതത്തിൽ പല കാര്യങ്ങളും എടുത്തോളൂ, നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊരു തോന്നൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ വേണമായിരിക്കും. എങ്കിലും ചിലതൊക്കെ ചെയ്യാനവിടെ ആളുണ്ടാവും, നമ്മൾ ചെന്നില്ലെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യ കാർമ്മികത്വം അവിടെ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും. കഥ പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മുടെ ട്രീ അവിടെ നിന്ന് സെറ്റായി. അപ്പോൾ ശുഭരാത്രി.